ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ നമ്മളുടെ അടുത്തൊരു ചാപ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ ഏതാണ്? എക്സ്ക്രീറ്ററി സിസ്റ്റം ആൻഡ് വേസ്റ്റ് പ്രൊഡക്ട്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് അല്ലേ. നമ്മളുടെ എത്രാമത്തെ ചാപ്റ്റർ ആണ്? സുവോളജി പോർഷനിൽ വരുന്ന നമ്മുടെ 16ാമത്തെ ചാപ്റ്റർ ആണ് എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ് ആൻഡ് എലിമിനേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൽ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, പ്രധാനമായിട്ടും നമുക്ക് ആരെയാ പഠിക്കാനുള്ളത്? നമ്മുടെ കിഡ്നീനെ പറ്റി പഠിക്കുന്നു. കിഡ്നിയുടെ ഫങ്ഷണൽ യൂണിറ്റ് ആയിട്ടുള്ള നെഫ്രോൺ, അതുപോലെ തന്നെ അവരിൽ നടക്കുന്ന ഓരോ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യമേ തന്നെ എന്താണ് നമ്മുടെ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിൽ വരുന്ന പാർട്സുകൾ എന്ന് പറയുന്നത്? പ്രധാനമായിട്ടും നമ്മളുടെ എക്സ്ക്രീറ്ററി സിസ്റ്റം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പറയും അല്ലെ, എന്താണ് അതെന്താ മിസ്സേ, അതെന്താ 2 കിഡ്നി, വേറെ എന്താ അവിടെ ഉള്ള? അങ്ങനെയല്ല അല്ലെ. ആദ്യമേ തന്നെ 2 പെയർ ഓഫ് കിഡ്നീസ് വരുന്നുണ്ട്. ഈ 2 പെയർ ഓഫ് കിഡ്നീസ് എവിടെന്നാ വരുന്നത് അറിയോ? എവിടെന്നാ വരുന്നത്? നമ്മുടെ ഡോർസൽ അയോട്ടയിൽ നിന്നാണ് കേട്ടോ. കിഡ്നീന്റെ ഈ കൊള്ളുകളൊക്കെ കണക്ഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. എ പെയർ ഓഫ് കിഡ്നി ഉണ്ട്. പിന്നെ എന്നതാ? ദ പെയർ ഓഫ് യൂറിറ്റേഴ്സ്. 2 പെയർ ഓഫ് യൂറിറ്റർ, ഇങ്ങനെ കിഡ്നിയിൽ നിന്ന് ഇങ്ങനെ കണക്ട് ചെയ്യുന്ന 2 പെയർസ് ഓഫ് യൂറിറ്റേഴ്സുകൾ നമുക്കുണ്ട്. ഓക്കെ, ഒന്നും കൂടി വരയ്ക്കാവേ. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് നമ്മുടെ കിഡ്നി ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. നമ്മളുടെ ബീൻ ഷേപ്പ് പോലത്തെ കിഡ്നി ആണ് ഇരിക്കുന്നത്. ഈ കിഡ്നി പിന്നീട് കിഡ്നീന്റെ താഴത്തോട്ട് ആരുണ്ടാ? ഒരു ലൈറ്റ് നല്ല തിൻ ട്യൂബ് ആയിട്ടുള്ള യൂറിറ്റർ 2 പെയർസ് ഉണ്ട്. അവർ ജോയിൻ ചെയ്യുന്നത് എവിടെയാണ്? നമ്മുടെ യൂറിനറി ബ്ലാഡറിലാണ്. യൂറിനറി ബ്ലാഡറിൽ പിന്നെ ആരുണ്ട്? ഇതാ നമ്മുടെ യൂറിനറി ബ്ലാഡർ. ഇവിടെ നമുക്കൊരു യൂറിത്രയം ഉണ്ട് അല്ലെ. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിൽ വരുന്ന പ്രധാന പാർട്സ് എന്ന് പറയുന്നത്. എ പെയർ ഓഫ് കിഡ്നി, എ പെയർ ഓഫ് യൂറിറ്റേഴ്സ് ആൻഡ് എ യൂറിനറി ബ്ലാഡർ, പിന്നെ നമുക്കൊരു യൂറിത്രയം ഉണ്ട്. ഓക്കെ, ഇവരുടെ ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ, അതായത് നമ്മുടെ കിഡ്നീന്റെ ലൊക്കേഷനും കിഡ്നീന്റെ മറ്റു കാര്യങ്ങളും കളേഴ്സും കിഡ്നിയുടെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ, കിഡ്നി ഈസ് ആക്ച്വലി ഇൻ റെഡ് കളർ കം ബ്രൗൺ കളർ ആണ്. ഓക്കെ, ഒരു റെഡിഷ് ബ്രൗൺ ആയിട്ടുള്ള ഒരു കളറാണ് ആർക്കുള്ളത്? നമ്മുടെ കിഡ്നിക്ക് ഉള്ളത്. ഓക്കെ, നമ്മുടെ കിഡ്നിക്ക് എന്ത് കളറാണ് ഉള്ളത്? ഒരു റെഡ് കം ഒരു ബ്രൗൺ കളർ ആണ് നമ്മുടെ കിഡ്നിക്ക് ഉള്ളത്. ഇവരുടെ ഷേപ്പ് എങ്ങനെയാണ്? നല്ല ബീൻ ഷേപ്ഡ് ആണ് അല്ലെ. നല്ല ഇങ്ങനെ ബീൻസ് പോലെ ഇരിക്കുന്ന ഒരു ഷേപ്പാണ് ആർക്കുള്ളത്? നമ്മുടെ കിഡ്നിക്ക് ഉള്ളത്. ആൻഡ് ഇവരുടെ ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ വിച്ച് ഈസ് സംതിങ് വെർ ലൊക്കേറ്റഡ് ഓൺ ദ അബ്ഡോമിനൽ ക്യാവിറ്റി. അബ്ഡോമിനൽ ക്യാവിറ്റിന്റെ ഐദർ സൈഡിലായിട്ട് ബാക്ക് ബോണിൽ കാണപ്പെടുന്നതാണ് ആര്? നമ്മുടെ കിഡ്നി എന്ന് പറയുന്നത്. ആൻഡ് കിഡ്നി ഈസ് ലൈങ് ഓൺ ദ ലാസ്റ്റ് തൊറാക്സിക് ആൻഡ് തേർഡ് ലൂംബാർ വെർട്ടിബ്രയുടെ ഇടയിലായിട്ടാണ് ആര് കാണുന്നത്? നമ്മുടെ കിഡ്നി കാണുന്നത്. ഓക്കെ, ഓരോ കിഡ്നിയും ഇപ്പൊ നമ്മുടെ എല്ലാവരുടെയും കിഡ്നീസ് എടുത്ത് നോക്കിയാൽ പലർക്ക് പല വേരിയൻ സൈസും ഷേപ്പും വെയിറ്റ് ഒക്കെ ആയിരിക്കും. നോർമലി ഒരു കിഡ്നി കാണുന്നത് അവരുടെ ലെങ്ത് എന്ന് പറയുന്നത് 10 to 12 സെന്റിമീറ്റർ ആണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ വേർഡ്സുകളൊക്കെ നമ്പേഴ്സുകൾ മെഷർമെന്റ്സ് ഓർത്ത് വെക്കാൻ പാടാണ്. ഇങ്ങനെ ഓർത്താൽ മതി. നിങ്ങളോട് എപ്പോഴും പറയും അല്ലെ, ലൈഫിൽ 10th തൊട്ട് +2 വരെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ലൈഫ് പീരീഡ് ആണെന്ന് പറയാം അല്ലെ. എന്ന് പറയുന്ന പോലെ 10 to 12 സെന്റിമീറ്റർ ആണ് നമ്മുടെ കിഡ്നിയുടെ ലെങ്ത് എന്ന് പറയുന്നത്. ഇനി വിഡ്ത്ത് നോക്കിക്കേ, വിഡ്ത്ത് ഈസ് ഏകദേശം 5 to 7 ആണ്. 5 to 7 ആണ് വിഡ്ത്ത് വരുന്നത്. ആൻഡ് ദ തിക്നെസ് ഈസ് അബൌട്ട് 2 to 3 സെന്റിമീറ്റർ തിക്നെസ് വരെ ആയിരിക്കും ഒരു നോർമൽ കിഡ്നിക്ക് ഉണ്ടാവുക. ആൻഡ് നമ്മുടെ കിഡ്നിന്റെ വെയിറ്റ് ഏകദേശം ഒരു 170 ഗ്രാം വരെയൊക്കെ കിഡ്നിക്ക് വെയിറ്റ് ഉണ്ടാവുന്നതാണ്. അപ്പൊ ഇതാണ് നമ്മുടെ കിഡ്നിയുടെ സംതിങ് വിച്ച് ഈസ് ഒരു കീ ഫീച്ചേഴ്സും അവരുടെ ലൊക്കേഷനും കാര്യങ്ങളും. ഇത്രയും കാര്യങ്ങൾ എന്താ നമ്മൾ ഡിസ്കസ് ചെയ്തത്? ഇവിടെ വരെ അവരുടെ ലൊക്കേഷനെ പറ്റി പറയുമ്പോൾ പറഞ്ഞു. ഇത് അവരുടെ ഔട്ടർ ക്യാരക്ടേഴ്സ് ആണ്, കളറും കാര്യങ്ങളും. ഇവിടെ തൊട്ട് ഇതാണ് അവരുടെ ലൊക്കേഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. ആൻഡ് ദീസ് ആർ ദ മെഷർമെന്റ് ഓഫ് എ കിഡ്നി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അവരുടെ ഇന്റേണൽ സ്ട്രക്ചറിലേക്ക് നോക്കാം. ഓക്കെ, നമുക്കറിയാം എപ്പോഴും നമ്മളുടെ കിഡ്നി അല്ലെ, കിഡ്നി എങ്ങനെയാണ് ഇരിക്കുന്ന? കിഡ്നി ഒരു ബീൻ ഷേപ്പിലായിരിക്കുന്നത് മിസ് ഇപ്പൊ പറഞ്ഞല്ലോ അല്ലെ. അപ്പോ ഈ കിഡ്നിയുടെ ഇന്റേണൽ സ്ട്രക്ചർ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ ഔട്ടർ കവറിങ്ങിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. കിഡ്നിയുടെ ഔട്ടർ കവറിങ് എന്താണ്? ക്യാപ്സ്യൂൾ ആണ്. കിഡ്നിയുടെ ഔട്ടർ കവറിംഗ് എന്ന് പറയുമ്പോൾ ക്യാപ്സ്യൂൾ ആണ് വരുന്നത്. 2 മെയിൻ റീജിയൻസ് ആണ് നമ്മുടെ കിഡ്നിക്കുള്ളത്. ഒരു ഔട്ടർ ലെയർ ആയിട്ടുള്ള ഒരു കോർട്ടെക്സും ഒരു ഇന്നർ ലെയർ ആയിട്ടുള്ള ഒരു മെഡുല്ലയും. ഓക്കെ, കിഡ്നീനെ സംബന്ധിച്ച് എങ്ങനെയാണ്? കിഡ്നീന്റെ ഔട്ടർ ലെയറിനെ നമ്മൾ കോർട്ടെക്സ് എന്നും ഉള്ളിൽ വേറൊരു റീജിയൻ ഉണ്ട്, അയാളാണ് ആര്? മെഡുല്ല എന്ന് പറയുന്നത്. ഓക്കെ, ഈ മെഡുല്ലയുടെ ഉള്ളില് കുറെ മെഡുല്ലറി പിരമിഡ്സുകൾ ഉണ്ട്. ഓക്കെ,
അപ്പോ നമ്മുടെ കിഡ്നി ഇപ്പോ ഇതാണ് നമ്മുടെ കിഡ്നി. ഈ കിഡ്നി ഇപ്പൊ ഇങ്ങനെ എടുത്തു നോക്കുമ്പോൾ ഇവർക്ക് 2 ലെയേഴ്സ് ആയിട്ട് 2 റീജിയൻസ് ഉണ്ടാവും. ഈ 2 റീജിയൻസിൽ ഇദ്ദേഹമാണ് ആര് കോർട്ടെക്സ് എന്ന് പറയുന്നത്. ആൻഡ് ഈ റീജിയൻ ആണ് ആര് മെഡുല്ല എന്ന് പറയുന്നത്. ഈ മെഡുലറി റീജിയന്റെ ഉള്ളില് ഇങ്ങനെ ലൈക്ക് ഇങ്ങനെ കുറെ കുഞ്ഞു കുഞ്ഞു പിരമിഡ്സുകൾ പോലത്തെ ആൾക്കാരുണ്ടാവും. ഈ ആൾക്കാരാണ് പിന്നീട് എന്തായി മാറുന്നത്, കിഡ്നി ആയിട്ട് ജോയിൻ ചെയ്ത് മാറുന്നത്. ഓക്കെ, അപ്പോ ഈ മെഡുലറി പിരമിഡ്സുകൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആളാണ് അദ്ദേഹം. അവരെല്ലാരും കൂടി ചേർന്ന് അവസാനം കൂടി ചേർന്ന് ഒരു കേർവി ഇപ്പൊ നമ്മുടെ കിഡ്നി ഇതാണെങ്കിൽ ഈ കിഡ്നീന്റെ ഈ കേർവിംഗ് ഇല്ലേ, ആ കേർവിങ്ങിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, റിനൈൽ പെൽവിസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, റെയ്നൽ പെൽവിസ് അഥവാ റിനൈൽ പെൽവിസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ആൻഡ് ഈ കപ്ലൈറ്റ് പ്രൊജക്ഷൻസുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇത് കാലസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ദ നോട്ട്സ് ഓൺ ഇന്നർ സൈഡിലുള്ള ആ ഒരു നോട്ട്സ് എന്ന് പറയുന്നതാണ് ഹീലിയം എന്ന് പറയുന്നത്. നമ്മൾ നമ്മുടെ ആരാണ് നമ്മുടെ കോട്ലിഡൻസ് നമ്മുടെ കടലയിലൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേടാ, ഹൈലം എന്ന് പറയുന്ന അയാളാണ് നമ്മുടെ ബ്ലഡ് സെൽസിലേക്കും ബ്ലഡ് വെസൽസിലേക്കും നെർവ്സിലേക്കും ബ്ലഡിനെ പാസ് ചെയ്ത് വിടാനുള്ള ചെറിയൊരു ഓപ്പണിംഗ് ആണ്. ഓക്കെ, സോ ഇത്രയുമാണ് ഇന്റേണൽ സ്ട്രക്ചേഴ്സ് ഓഫ് എ കിഡ്നി എന്ന് പറയുന്നത്. ആൻഡ് ഇനി ഇവിടെ എങ്ങനെയൊക്കെയാണ് നമ്മുടെ കിഡ്നിയിൽ നിന്നും ബ്ലഡ് സപ്ലൈ ചെയ്യുന്നത്, ബ്ലഡ് പുറത്തേക്ക് പോകുന്നത്, അകത്തേക്ക് വിടുന്നത് എല്ലാമാണ് നമ്മൾ പറയാൻ പോകുന്നത്. അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട കുറച്ച് ബ്ലഡ് വെസൽസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, പ്രധാനമായിട്ടും നമുക്ക് നമ്മുടെ കിഡ്നി നോക്കിയാൽ അറിയാം അല്ലെ, ഇങ്ങനെ ഒരു കുഴല് വരുന്നു, ഇവിടെ നിന്നൊരു കിഡ്നി, ഇപ്പുറത്തോട്ടും ഇങ്ങനെ ഒരു കുഴല്, ഇങ്ങോട്ടേക്കൊരു കിഡ്നി, ഇങ്ങോട്ടേക്ക് ഒരു കണക്ഷൻ, പിന്നെ ഇവിടെ വേറൊരു കണക്ഷൻ, ഇപ്പുറത്ത് വേറൊരു കണക്ഷൻ, ഇങ്ങനെ കുറെ കണക്ഷൻസ് നമുക്ക് കാണാൻ പറ്റും അല്ലെ. അപ്പോ അവരെല്ലാവരും ആരാണ്, അതിൽ ആദ്യത്തെ ആളാണ് ആര്, റിനൈൽ ആർട്ടറി എന്ന് പറയുന്നത്. ആരാണ് റിനൈൽ ആർട്ടറി എന്ന് പറയുമ്പോൾ എന്താണ്, കിഡ്നിന്റെ പുറത്തേക്ക് പോകുന്ന കുഴലാണ് ആര്, റിനൈൽ ആർട്ടറി. ഇവരാണ് എന്ത് ചെയ്യുന്നത്, ഇംപ്യൂർ ബ്ലഡ് ടു ദ കിഡ്നിയിലേക്ക് ഇംപ്യൂർ ബ്ലഡ് കൊടുക്കുന്ന ആളാണ് ആര്, ആർട്ടറി എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ കിഡ്നിയിൽ നിന്നും ബ്ലഡ് ഒക്കെ പ്യൂരിഫൈ ചെയ്ത് പുറത്തേക്ക് കൊടുക്കുന്ന ആളാണ് ആര്, റീനൽ വെയിൻ എന്ന് പറയുന്നത്, വിച്ച് ഈസ് ക്യാരിയിങ് ദ പ്യൂരിഫൈഡ് ബ്ലഡ് എവേ അല്ലെ. ബ്ലഡിനെ കിഡ്നിയിൽ നിന്ന് പുറത്തേക്ക് കൊടുക്കുന്നത് വെയിനും ചീത്ത ബ്ലഡിനെ കിഡ്നിന്റെ അകത്തേക്ക് കയറ്റുന്നത് റീനൈൽ ആർട്ടറിയുമാണ്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ, ഈ വലിയ ചേട്ടനാണ് ആര്, അയോട്ടയുടെ ഡോർസൽ പാർട്ടാണ്. ഓക്കെ, അയോട്ടയുടെ ഡോർസൽ പാർട്ടാണ് ഡോർസൽ അയോട്ട എന്ന് പറയുന്നത്. ദ മെയിൻ ആർട്ടറി സപ്ലൈയിങ് ബ്ലഡ് ആവശ്യമായിട്ടുള്ള ബ്ലഡ് സപ്ലൈ ചെയ്യുന്ന പ്രധാനപ്പെട്ട ആർട്ടറിയാണ് ആര്, ഡോർസൽ അയോട്ട എന്ന് പറയുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ദി ഇൻഫീരിയർ വീന കാവ. ഓക്കെ, ഇൻഫീരിയർ വീന കാവ നമ്മുടെ ഹാർട്ടിലെ പോലെ തന്നെ എന്താ ചെയ്യുന്നത്, ക്യാരിങ് ദ ബ്ലഡ് ടു ദ ഹാർട്ട്. അവര് ബ്ലഡിനെ ഹാർട്ടിലേക്ക് പമ്പ് ചെയ്യാനാണ് ആര് സഹായിക്കുന്നത്, ഇൻഫീരിയർ വീന കാവ സഹായിക്കുന്നത്. ഓക്കെ, അപ്പൊ ഒന്നും കൂടി കിഡ്നിയുടെ സ്ട്രക്ചർ നോക്കുവാണെങ്കിൽ കിഡ്നിക്ക് 2 ലെയേഴ്സ് ആണ് ഉള്ളത്. ഒരു ഔട്ടർ ലെയർ ആയിട്ടുള്ള ഒരു കോർട്ടെക്സും ഒരു ഇന്നർ ലെയർ ആയിട്ടുള്ള മെഡുല്ലയും. അപ്പോൾ ഇവരുടെ ഈ കണക്ഷൻസ് എങ്ങനെയാണ് ജോയിന്റ് ആവുന്നത്, ഉള്ളിലുള്ള മെഡുല്ലയിൽ എന്നുണ്ടടാ, ഉള്ളിലുള്ള മെഡുല്ലയിൽ ഇങ്ങനെ കുറെ എന്താ പറയാ നമ്മുടെ മെഡുലറി പിരമിഡ്സുകൾ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും. അപ്പോൾ ഈ 2 ആൾക്കാരും കൂടി ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഡിസ്കസ് ചെയ്ത കാര്യമാണ് നമ്മളുടെ പല ടൈപ്പ് ആർട്ടറി മെയിൻ ബ്ലഡ് വെസൽസുകൾ എന്ന് പറയുന്നത്. അത് ബ്ലഡിനെ ഇംപ്യൂർ ബ്ലഡിനെ കിഡ്നിയിലേക്ക് കൊണ്ടുവരാൻ റീനൽ ആർട്ടറി ആണെങ്കിൽ, പ്യൂരിഫൈഡ് ചെയ്ത ബ്ലഡിനെ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് റീനൽ വെയിൻ ഉണ്ട്. ആൻഡ് ദ മേജർ ആർട്ടറി വിച്ച് ഈസ് സപ്ലൈയിങ് ബ്ലഡ് ആണ് ഇത് ഡോർസൽ അയോട്ട. ആൻഡ് ദ ലാസ്റ്റ് വൺ ആണ് ഇൻഫീരിയർ വീന കാവ. അവരെന്താ ചെയ്യുന്നത്, ബ്ലഡിനെ ഹാർട്ടിലേക്ക് ക്യാരി ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് അടുത്തത് നമ്മളുടെ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് നമ്മൾ പോവാണ്. ആരാണ്, യൂറിൻ ഫ്ലോ അല്ലേ. നമുക്കറിയാം എങ്ങനെയാണ് നമ്മൾ യൂറിനേറ്റ് ചെയ്യുന്നത്. നമ്മളുടെ ബോഡിയിൽ കിഡ്നി ആണ് അല്ലെ വാട്ടറിനെ പ്യൂരിഫൈ ചെയ്യുന്നത്, ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്ത് അതിൽ നമുക്ക് മാക്സിമം കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള യൂറിനെ എക്സ്ക്രീറ്റ് ചെയ്ത് വാട്ടറിനെ കൺസേർവ് ചെയ്യുക എന്നതാണ് യൂറിൻ ഫ്ലോയിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോ കിഡ്നിയിൽ എന്ത് ചെയ്യുന്നു, നമ്മളുടെ എല്ലാ ഫിൽട്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മാക്സിമം കോൺസെൻട്രേറ്റഡ് ഫിൽട്രേറ്റ് GFR ഗ്ലോമറുലർ ഫിൽട്രേറ്റ് റേറ്റ് എത്തിക്കഴിഞ്ഞാൽ അതെന്ത് ചെയ്യുന്നു, നമ്മുടെ കിഡ്നീന്റെ താഴത്തേക്ക് പോകുന്ന 2 കുഞ്ഞ്
ലൈക്ക് നമ്മുടെ കുഞ്ഞൻ ചേട്ടന്മാരില്ലേ, അവരാരായിരുന്നു? യൂറിറ്റർ അല്ലെ. യൂറിറ്ററിൽ നിന്ന് അത് എങ്ങടേക്ക് എത്തുന്നു? നമ്മുടെ യൂറിനറി ബ്ലാഡറിൽ നിന്ന് യൂറിത്ര വഴി എന്ത് ചെയ്യുന്നു? നമ്മുടെ ബോഡിയിൽ നിന്ന് യൂറിൻ എലിമിനേറ്റ് ചെയ്ത് കളയുന്നു. ഇങ്ങനെയാണ് യൂറിന്റെ ഒരു ഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇതിന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ നോക്കിക്കേ, നമ്മുടെ അഡ്രിനൽ ഗ്ലാൻഡ് അല്ലെ. ഇപ്പൊ ഇതാണ് നമ്മളുടെ മൊത്തത്തിലുള്ള കിഡ്നീന്റെ ഒരു സിമ്പിൾ ആയിട്ടുള്ള പേരെഴുതി നമ്മൾ പഠിക്കാനുള്ള ഒരു ഉപാധി എന്ന് പറയുന്നത്. ഓക്കെ, സിമ്പിൾ ആയിട്ട് എങ്ങനെയാണ് നടക്കണേന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇത് നമ്മുടെ അഡ്രിനൽ ഗ്ലാൻഡ് എവിടെയാ കാണുന്നേ? ഒരു സെക്കൻഡേ. ഓക്കെ, അഡ്രിനൽ ഗ്ലാൻഡ് എവിടെയാണ് കാണുന്നത്? കിഡ്നിയിലാണല്ലേ, നമ്മുടെ രണ്ട് സൈഡിലുള്ള കിഡ്നി. ഈ കിഡ്നീന്റെ ഇവിടെയാണ് ആരെ കാണുന്നത്? നമ്മുടെ അഡ്രിനൽ ഗ്ലാൻഡിനെ കാണുന്നത്. കിഡ്നീന്റെ മേലെ ഇങ്ങനെ ഒരു കിരീടം പോലെ, ഒരു ക്രൗൺ പോലെ ഇരിക്കുന്ന ആളാണ്. ഓക്കെ, പിന്നെ നമ്മുടെ കിഡ്നീന്റെ താഴത്തോട്ട് പോകുന്ന രണ്ട് ആൾക്കാരുണ്ട്. ഇവിടെ റീനൽ ആർട്ടറിയും റീനൽ വെയിനും ഉണ്ടാവും. ഓക്കെ, ദെൻ നേരെ കാണുന്ന നമ്മുടെ വലിയ കുഴലായിട്ടുള്ള ആരുണ്ടാവും? ഒരു ഡോർസൽ അയോട്ട. അവിടെ നിന്നും യൂറിറ്ററിൽ നിന്നും യൂറിനറി ബ്ലാഡർ, യൂറിത്ര. ഓക്കെ, നമ്മൾ സാധാ പടം വരയ്ക്കില്ലേ, അത് തന്നെ ജസ്റ്റ് ഒരു ഫ്ലോ ചാർട്ടിൽ എഴുതി വെച്ചാട്ടോ. ഇപ്പൊ ഇവിടെ നോക്കിക്കേ, നമ്മുടെ അഡ്രിനൽ ഗ്ലാൻഡ്, കിഡ്നിയിൽ നിന്നും ആരൊക്കെ വരുന്നുണ്ട്? നമ്മുടെ ആർട്ടറിയും വരുന്നുണ്ട്, വെയിനും വരുന്നുണ്ട്. ദെൻ ദ ഡോർസൽ വൺ ആയിട്ടുള്ള ഇപ്പോ ആർട്ടറിയും ഡോർസൽ അയോട്ടയും വെയിനും വന്നു. പിന്നെ എന്താണ്? നേരെ നമ്മുടെ യൂറിറ്റർ എങ്ങോട്ടേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു? യൂറിനറി ബ്ലാഡർ. പിന്നെ ആരാണ്? നമ്മുടെ യൂറിത്ര. അത് തന്നെ അപ്പുറത്തോട്ടും ജസ്റ്റ് ജോയിൻ ചെയ്ത് എന്തായി? പെയർ ഓഫ് കിഡ്നിയും പെയർ ഓഫ് യൂറിറ്ററും എല്ലാം ആയി. ഓക്കെ, ചുമ്മാ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫ്ലോ ചാർട്ടിലൂടെ വരച്ച് എഴുതി തന്നാട്ടോ. പടം നമ്മൾ എഴുത്താക്കി മാറ്റിയതാണ്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത്. നോക്കിക്കേടാ, നമ്മളുടെ ആ കിഡ്നീന്റെ സ്ട്രക്ചറിലെ മുറിച്ച ആ ഒരു സെക്ഷൻ, ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷൻ, എൽ സെക്ഷൻ, കിഡ്നിയുടെ പടമാണ്. പടത്തിന്റെ ഡീറ്റെയിൽഡ് പാർട്സുകളും കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നോക്കിക്കേ, നേരത്തെ ഡിസ്കസ് ചെയ്ത് തന്നെയാണ്, ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുന്നു. മെയിൻ പാർട്സുകളാണ് ഈ കൊടുത്തിരിക്കുന്നത്. റീനൽ ക്യാപ്സ്യൂൾ, കോർട്ടെക്സ്, മെഡുലറി പിരമിഡ്, റീനൽ കോളം, കാലിക്സ്, റീനൽ പെൽവിസ്, യൂറിറ്റർ, റീനൽ ആർട്ടറി, റീനൽ വെയിൻ. ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അല്ലെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഒറ്റയടിക്ക് പഠിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? നമുക്ക് സിമ്പിൾ ആയിട്ട് ഓരോ പാർട്സ് ആയിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോ ഫസ്റ്റ് നമുക്ക് നമ്മുടെ റീനൽ കോർട്ടെക്സിന് നോക്കാം. ഓക്കെ, റീനൽ കോർട്ടെക്സിനെ സംബന്ധിച്ച് ഇതാണല്ലേ നമ്മുടെ റീനൽ ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞാൽ എന്നതാടാ? റീനൽ ക്യാപ്സ്യൂൾ എന്ന് പറയുമ്പോൾ നമ്മുടെ കിഡ്നിക്ക് മെയിൻ ആയിട്ട് രണ്ട് കുഞ്ഞു ലെയേഴ്സുകൾ വരുന്നുണ്ട്. ഓക്കെ, ഇതാണ് ആര്? ആക്ച്വലി റീനൽ ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. ആൻഡ് ഇദ്ദേഹമാണ് ആര്? കോർട്ടെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കോർട്ടിൽ കളിക്കാൻ പോയി. എന്തിനു വേണ്ടി? എനർജി കിട്ടാൻ വേണ്ടി ഇത്തിരി ക്യാപ്സ്യൂൾ എടുത്തിട്ട് ആള് ഷട്ടിൽ കളിക്കാൻ പോയി. ഓക്കെ, ഓർക്ക. അപ്പൊ എന്ത് ചെയ്യാ? കോർട്ടിൽ കളിക്കാൻ വേണ്ടിയിട്ട് ക്യാപ്സ്യൂൾ കഴിച്ചു, എനർജി കിട്ടാൻ. ഓക്കെ, അങ്ങനെ എനർജി കിട്ടിക്കഴിഞ്ഞപ്പോ ഉള്ളിൽ എത്തിയപ്പോ എന്ത് പറ്റി? നമ്മുടെ മെഡുല്ല എന്ന് പറയുന്ന ഫ്രണ്ടിനെ കണ്ടു. അപ്പൊ മെഡുല്ല പറഞ്ഞു, ഞാൻ എന്ത് ചെയ്തെന്നറിയോ? ഈ വെക്കേഷന് ഞാൻ അങ്ങ് ഈജിപ്തില് പിരമിഡ്സുകൾ കാണാൻ പോയി. അപ്പൊ ഇവിടെ എന്ത് വന്നു? നമ്മുടെ പിരമിഡ്സുകൾ അല്ലെ, പിരമിഡ്സ്. ഓക്കെ, പിരമിഡ്സുകൾ കണ്ടപ്പോഴാണ് മനസ്സിലായത് അത് കോൺ ഷേപ്ഡ് ആണ്. ഇങ്ങനെ ഇരിക്കുന്ന പിരമിഡ് അല്ല, പകരം എങ്ങനെ ഇരിക്കുന്ന പിരമിഡ് ആയിരുന്നടാ? ഇങ്ങനെ ഇരിക്കുന്ന കോൺ ഷേപ്ഡ് ആയിട്ടുള്ള പിരമിഡ്സ് ആണ്. ഇവിടെയും കോൺ ഷേപ്ഡ് തന്നെയാണ് കേട്ടോ. ഇങ്ങനെ കോൺ ഷേപ്ഡ് ആയിട്ടുള്ള പിരമിഡ്സുകൾ ഞാൻ ഇങ്ങനെ കണ്ടു. ആര് പറഞ്ഞു? നമ്മുടെ ആരാ പറഞ്ഞത്? നമ്മുടെ മെഡുല്ല പറഞ്ഞു, എടാ ഞാനിങ്ങനെ ഈജിപ്തിൽ പോയപ്പോ മെഡുലറി പിരമിഡ്സുകൾ കണ്ടു, എന്റെ പേരുള്ള അതേ പിരമിഡ്സുകൾ ഞാൻ അവിടെ കണ്ടു എന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ കണ്ടിരുന്നപ്പോ അത് എന്ത് ഷേപ്പ് ആയിരുന്നു? കോൺ ഷേപ്ഡ് ആയിട്ടുള്ള പിരമിഡ്സുകളായിരുന്നു. ഈ കോൺ ഷേപ്ഡ് പിരമിഡ്സുകൾ കണ്ടപ്പോ കാല് തെറ്റി ഞാൻ ഒരു റീനൽ കോളത്തിൽ വീണു. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞത്? ഇങ്ങനെ ഇരിക്കുന്ന നമ്മുടെ ഇതാണ് നമ്മുടെ പിരമിഡ്സുകൾ. അപ്പൊ ഇതിന്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഗ്യാപ്പിലേക്ക് നമ്മുടെ മെഡിൽ എന്ത് പറ്റി? ആ ഗ്യാപ്പാണ് റീനൽ കോളം. ആ റീനൽ കോളത്തിലേക്ക് ഞാൻ കാല് തട്ടി വീണു. ദ കോളംസ് ഓഫ് ബർട്ടിനി എന്നും അവിടെ ആ ഒരു കുഴീനെ പേരുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നടാ എന്ന് പറയും. മറ്റേ ഗുണാക്കേവില കുഴിയില്ലേ, അതുപോലെ ഒരു കോളംസ് ഓഫ് ബർട്ടിനി എന്ന് പറയുന്ന റീനൽ കോളം അവിടെ ഉണ്ടായിരുന്നു, ഞാൻ അവിടെ തട്ടി വീണടാ എന്ന് പറഞ്ഞു. ഓക്കെ,
ഇത് കോർട്ടെക്സിന്റെ പിരമിഡ്സിന്റെ ഇടയിലുള്ള ഒരു സ്പേസ് ആണ് കേട്ടോ, ഏത് റീനൽ കോളം എന്ന് പറയുന്നത്. അപ്പോ അങ്ങനെ ഇരിക്കെ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാല്, ഞാൻ പിന്നീട് നേരെ അവിടെ പിരമിഡിന്റെ താഴെ ഒരു കയറ് കിടക്കുണ്ടായിരുന്നു. പിരമിഡിന്റെ താഴെ ഒരു കുഞ്ഞു കയറ് കിടക്കുണ്ടായി. അവിടെ ഞാൻ കയറി പിടിച്ചു. ആ കയറിന്റെ പേരാണ് എന്ത്, കാലിക്സ് എന്ന് പറയുന്നത്. കപ്പി പോലത്തെ കയറ് വെച്ച് അവർ എന്നെ കയറ്റി വെക്കാൻ ശ്രമിച്ചു, കയറ്റി എടുക്കാൻ എന്നെ സഹായിച്ചു. ഓക്കെ, അപ്പൊ എന്താണ്, കോർട്ടില് കളിക്കാൻ പോയപ്പോ ക്യാപ്സ്യൂൾ ആയിരുന്നു കഴിച്ച് എനർജിക്ക് വേണ്ടി. അങ്ങനെ ക്യാപ്സ്യൂൾ കഴിച്ച് നമ്മുടെ കളിക്കാരനകത്ത് എത്തിയപ്പോ മെഡില്ല എന്ന് പറയുന്ന ഫ്രണ്ട് കോർട്ടിന്റെ ഉള്ളിൽ ഷട്ടിൽ കളിക്കാൻ റെഡി ആയി നിൽക്കുമായിരുന്നു. അപ്പോഴാണ് മെഡില്ല പറഞ്ഞത്, എടാ ഞാൻ ഇങ്ങനെ ഈജിപ്തിൽ പോയിട്ട് മെഡിലറി പിരമിഡ്സുകൾ കണ്ടടാ. അങ്ങനെ പിരമിഡ്സുകൾ കണ്ട് നടന്നു പോണ വഴി ഞാനൊരു കുഴിയിലേക്ക് വീണു. ആ കുഴീനെ അവിടെ പറയുന്നത് റീനൽ കോളം എന്നും അതുപോലെ തന്നെ കോളം ഓഫ് ബർട്ടിനി എന്നാടാ പറഞ്ഞേ. ഞാൻ ആകെ പേടിച്ച് പ്രശ്നമായി പോയപ്പോഴേക്കും അവിടെ നിന്നും എനിക്ക് ഇതിന്റെ താഴെ ഒരു കാലിക്സ് പോലത്തെ ഒരു കയറ് കിട്ടി. ആ കയറിന്റെ പേരാണ് കാലിക്സ്. ഓക്കെ, ആ കാലിക്സ് സംതിങ് ഒരു കപ്പ് ലൈക്ക് ഒരു ക്യാവിറ്റി ആടാ. അപ്പൊ കപ്പിലായി ക്യാവിറ്റി ആണ് എന്ത് ചെയ്യുന്നത്, യൂറിനെ കളക്ട് ചെയ്യുന്നത്. അപ്പൊ ഒരു കപ്പി പോലത്തെ കപ്പിയും കയറും യൂസ് ചെയ്തിട്ട് അവരൊക്കെ എന്നെ വലിച്ചു കയറ്റി എന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ കയറിയിരിക്കെ ഒരു പുള്ളിക്കാരന്റെ പെൽവിസിന് എന്ത് പറ്റി, പ്രശ്നം പറ്റി. ആ അപ്പൊ പുള്ളിക്കാരന്റെ പെൽവിസ് ഇങ്ങനെ ഒടിഞ്ഞാകെ ഷോക്കായി. അപ്പൊ നമ്മുടെ കിഡ്നി ഇല്ലേ, കിഡ്നീന്റെ പുറത്തേക്ക് പോകുന്ന ഇങ്ങനെ ഒരു വളഞ്ഞൊരു കുഴൽ പോലെ ഇരിക്കുന്ന സാധനമാണ് ആര്, നമ്മുടെ റീനൽ പെൽവിസ് എന്ന് പറയുന്നത്. വിച്ച് സംതിങ് വിച്ച് ഇസ് ലുക്കിംഗ് ലൈക്ക് ഫണൽ ഷേപ്ഡ് ആയിട്ടുള്ള ഒരു പെൽവിസ് പോലത്തെ ഫണൽ ഷേപ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ് നമ്മുടെ റീനൽ പെൽവിസിനുള്ളത്. അങ്ങനെ പുള്ളിക്കാരന്റെ പെൽവിസ് ഒക്കെ ആകെ പ്രശ്നത്തിലായി. അവസാനം എന്ത് ചെയ്തു, അപ്പൊ ഫ്ലോ ചാർട്ട് ജസ്റ്റ് നിങ്ങളുടെ നിങ്ങൾക്ക് വേണ്ടി സിമ്പിൾ ആയിട്ട് പറഞ്ഞു തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ എന്ത് പറ്റി, അപ്പൊ അങ്ങനെ എന്ത് ചെയ്തു, പിന്നെ നമ്മൾ നേരെ എത്തുന്നത് എവിടെയാ, ഇനി വേണ്ട, ഇനി നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിക്കാം അല്ലെ. യൂറിറ്റർ ആണല്ലോ എന്ത് ചെയ്യുന്നത്, യൂറിറ്റർ എന്താ ചെയ്യുന്നത്, യൂറിറ്റർ നമ്മുടെ കിഡ്നിയിൽ നിന്നും പെയർ ഓഫ് കിഡ്നി കഴിഞ്ഞാൽ വരുന്ന ആളാണല്ലേ. അയാൾ നേരെ എങ്ങോട്ടേക്ക് പോകുന്നു, നമ്മുടെ യൂറിനറി ബ്ലാഡറിലേക്ക് ആരെ കൊണ്ടുപോകുന്നു, യൂറിനെ കൊണ്ടുപോകാൻ സഹായിക്കുന്നു. അങ്ങനെ യൂറിനെ കൊണ്ടുപോകാൻ സഹായിച്ചതിന് ശേഷം അവിടെ വരുന്ന രണ്ടാൾക്കാരുണ്ട്, റീനൽ ആർട്ടറിയും റീനൽ വെയിനും അല്ലെ. റീനൽ ആർട്ടറി എന്താ ചെയ്യുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, ഇംപ്യൂർ ബ്ലഡിനെ കൊണ്ടുവരുന്നു. റീനൽ വെയിൻ എന്ത് ചെയ്യുന്നു, പ്യൂർ ബ്ലഡിനെ കിഡ്നിയിലേക്ക് കൊടുക്കുന്നു അല്ലെ. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ കിഡ്നീന്റെ എൽ സെക്ഷൻ നമ്മൾ നോക്കി പഠിക്കുകയാണെങ്കിൽ. അപ്പൊ സിമ്പിൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ എന്താ, ഏറ്റവും പുറമേയുള്ള ഭാഗം റീനൽ ക്യാപ്സ്യൂൾ, ഉള്ളിൽ കോർട്ടെക്സും ഉള്ളിൽ മെഡില്ലയും ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ ആരുണ്ട്, മെഡിലറി പിരമിഡ് ഉണ്ട്. ആ മെഡിലറി പിരമിഡിലേക്ക് വീണപ്പോഴേക്കും ആൾക്ക് എന്ത് പറ്റി, ആളുടെ പെൽവിസ് ഒടിഞ്ഞു അല്ലെ. പിന്നെ യൂറിറ്റർ എന്ന് പറയുമ്പോൾ നേരെ കണക്ട് ചെയ്യുന്നത് എങ്ങോട്ടേക്കാണ്, നമ്മുടെ യൂറിനറി ബ്ലാഡർ, അതിവിടെ എഴുതിയിട്ടില്ല. ദെൻ എന്താണ്, റീനൽ ആർട്ടറി വഴി ബ്ലഡ് ഇംപ്യൂർഡ് ആയിട്ടുള്ള ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്നു. റീനൽ വെയിൻ വഴി പ്യൂർ ആയിട്ടുള്ള ബ്ലഡ് പാസ് ചെയ്യുന്നു അല്ലെ. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോവാണ് നമ്മുടെ നെക്സ്റ്റ് കിഡ്നീന്റെ സ്ട്രക്ചറൽ അല്ലെങ്കിൽ ഫങ്ഷണൽ ആൻഡ് സ്ട്രക്ചറൽ ആയിട്ടുള്ള നെഫ്രോണിനെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കിഡ്നിയുടെ ഫങ്ഷണൽ സ്ട്രക്ചറൽ യൂണിറ്റ് ഓഫ് കിഡ്നി ആണ് ഏത്, നെഫ്രോൺ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഫിഗർ നമ്പർ 16.3 നോക്കിയാൽ നെഫ്രോണിന്റെ വലിയൊരു കോംപ്ലിക്കേറ്റഡ് സ്ട്രക്ചർ നിങ്ങൾക്ക് കാണാം അല്ലെ. പക്ഷെ അത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഓരോ പാർട്ടായിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, ഓരോ കിഡ്നി ഏകദേശം 1 മില്യൺ നെഫ്രോൺസുകളാണ് ഉള്ളത്. ഏകദേശം ഒരു കിഡ്നിയിൽ 1 മില്യൺസ് ഓഫ് നെഫ്രോൺസുകൾ ഉണ്ടെന്നാണ് പറയണേ. ഓക്കെ, നെഫ്രോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ് ആണോ, അല്ല, കിഡ്നി. ഓക്കെ, അപ്പോ നെഫ്രോൺസിന്റെ പ്രധാനപ്പെട്ട പാർട്സ് ആണ് ഇതാ നോക്കിക്കേ, റീനൽ കോർപ്പസിലും റീനൽ ട്യൂബ്യൂൾ എന്ന് പറയുന്നത്. റീനൽ കോർപ്പസ് അഥവാ മാൽഫീഗിയൻ ബോഡിയും ആൻഡ് ദ സെക്കൻഡ് വൺ ആണ് ഇത്, കുറെ റീനൽ ട്യൂബ്യൂൾസുകൾ നമ്മുടെ നെഫ്രോൺസിനുണ്ട്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ നോക്കിക്കേ, റീനൽ കോർപ്പസിൽസുകളാണ് നമുക്ക് ആദ്യം നോക്കാനുള്ളത്. റീനൽ കോർപ്പസിൽസുകൾ എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനമായിട്ടും വരുന്ന 4 ആൾക്കാരാണ് ഉള്ളത്. 4 ആൾക്കാര്. ഇവര് 2 പേരും ഒരു വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരാണ്. ഇയാളുടെ സംരക്ഷണത്തിനാണ് ഇദ്ദേഹം താമസിക്കുന്നത്. ഓക്കെ, ഇദ്ദേഹവും പേരിന് മാത്രമേ ചേർച്ചയുള്ളൂ. രണ്ടും 2 വഴിക്ക് നടക്കുന്ന, ഏത് നേരവും തല്ല് പിടിക്കുന്ന എന്താണ് സിബ്ലിങ്സുകളാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെ പഠിക്കാം. അപ്പൊ നോക്കിക്കേ, ഫസ്റ്റ് വൺ നമുക്ക് ബൊമാൻസ് ക്യാപ്സ്യൂളിനെ നോക്കാം. ഓക്കെ, ഒരു
കപ്പ് ഷേപ്പ് പോലെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ചേട്ടനാണ് ആര്? ബൊമാൻസ് ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ ഉള്ളില് ഒരുപാട് കുഞ്ഞു ബ്ലഡ് കാപ്പിലറീസിന്റെ നെറ്റ്വർക്ക്സ് ആണ് ആക്ച്വലി ആര്? നമ്മുടെ ഗ്ലോമറുലസ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ കാപ്പിലറി നെറ്റ്വർക്ക് ആണ്. ഓക്കെ, കാപ്പിലറി നെറ്റ്വർക്ക് ആണ് ഗ്ലോമറുലർ. അവരെ സൂക്ഷിച്ച് സെറ്റിലാക്കി വെക്കുന്ന, സംരക്ഷണമാക്കി ഒരു കപ്പ് ഷേപ്പ് സ്ട്രക്ചറിൽ ഇരിക്കുന്ന ആളാണ് ആര്? ബൊമാൻസ് ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞല്ലേ ഒരിക്കലും ചേരാത്ത ഒരു ചേട്ടനും അനിയനും അവിടെ ഉണ്ട്. ഓക്കെ, ചേട്ടനാണ് എഫ്രൻഡേട്രിയോൾ. എപ്പോഴും ആൽഫബറ്റിക് ഓർഡറിൽ ഫസ്റ്റ് വരുന്നത് എ. അപ്പോ എഫ്രൻഡേട്രിയോൾ നമുക്ക് വരയ്ക്കാം. എഫ്രൻഡേട്രിയോള് നമ്മളുടെ ഗ്രാമഫോൺ പോലെ വലിയ കുഴലായിരിക്കും ആർക്കുള്ളത്? എഫ്രൻഡേട്രിയോളിനുള്ളത്. ഇദ്ദേഹമാണ് എന്ത് ചെയ്യുന്നത്? ബ്ലഡിനെ ഗ്ലോമറുലസിലേക്ക് അയച്ച് ഫിൽട്രേറ്റിംഗ് അത് നമ്മളിപ്പോ പഠിക്കും കേട്ടോ, എത്തിക്കുന്നത്. അതേസമയം ഈ നേരെ ഓപ്പോസിറ്റ് അനിയൻ എന്ന് പറയുമ്പോൾ കുഞ്ഞനായിരിക്കും. അനിയൻ ഭയങ്കര ചെറുതാണ്. അപ്പോ അവനിൽ നിന്നാണ് എന്ത് സംഭവിക്കുന്നത്? നമ്മുടെ ബ്ലഡ്സുകള് പുറത്തേക്ക് ലീവ് ചെയ്യുന്നത്. ഇയാള് ബ്ലഡ് അകത്തേക്ക് ഇൻസേർട്ട് ആക്കുമ്പോൾ ഇയാളെ ബ്ലഡ് പുറത്തേക്ക് കളയാനാണ് സഹായിക്കുന്നത്. അപ്പൊ ഇത്രയും പേരാണ് എവിടെ വരുന്നത്? നെഫ്രോണിന് പ്രധാനമായി 2 പാർട്സ് ഉണ്ട്, റീനൽ ട്യൂബ്യൂൾസും അതുപോലെ തന്നെ റീനൽ കോർപ്പസൽസുകളും. റീനൽ കോർപ്പസൽസുകളിൽ വരുന്ന പ്രധാനപ്പെട്ട 4 പേരാണ് ബൊമാൻസ് ക്യാപ്സ്യൂൾ, ഗ്ലോമറുലസ്, എഫ്രൻഡേട്രിയോൾ, ഇഫ്രൻഡേട്രിയോൾ. ഓക്കെ, അപ്പൊ നോക്കിക്കേ, രണ്ടാമത്തെ സെറ്റ് അപ്പൊ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ആരെയൊക്കെയാ വരച്ചേ? നമ്മൾ നേരത്തെ ഒരു ബൊമാൻസ് ക്യാപ്സ്യൂളിനെ വരച്ചല്ലേ? നമ്മൾ ആദ്യം ബൊമാൻസ് ക്യാപ്സ്യൂളിനെയാണ് വരച്ചത്. ഓക്കെ, ബൊമാൻസ് ക്യാപ്സ്യൂൾ എങ്ങനെയാണ്? ഇങ്ങനെ ഒരു കപ്പ് ഷേപ്ഡ് ആയിട്ടുള്ള ഒരാളാണ് ബൊമാൻസ് ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. അയാളുടെ ഉള്ളില് ഒരു നെറ്റ്വർക്ക് പോലെ ഇരിക്കുന്ന ആളാണ് ആര്? നമ്മുടെ ഗ്ലോമറുലസ് എന്ന് നമ്മൾ പറയുന്നത്. ഇങ്ങനെ വരച്ചാൽ മതി. ഓക്കെ, ഇങ്ങനെ വരച്ചാൽ മതി. ഓക്കെ, പിന്നെ നമ്മൾ ആരെയൊക്കെ കണ്ടു? ഒരു എഫ്രൻഡേട്രിയോളും ഒരു ഇഫറൻഡേട്രിയോളിനെ നമ്മൾ കണ്ടല്ലേ? ഇഫറൻഡേട്രിയോളിനെ നമ്മൾ കണ്ടു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് റീനൽ ടിബ്യൂൾസുകളെയാണ്. റീനൽ ടിബ്യൂൾസുകളെ സംബന്ധിച്ച് അവിടെ പ്രധാനമായിട്ടും മെയിൻ ആയിട്ടും PCT, DCT, കളക്ടിംഗ് ഡക്ട്, പിന്നെ വേറെ കുറച്ച് ആൾക്കാരുണ്ട്, അസെൻഡിങ് ലിംബും ഡിസെൻഡിങ് ലിംബും. ഓക്കെ, അപ്പോ നമുക്ക് PCTനെ നോക്കാം. ഓക്കെ, PCT ഇയാളും കൂടി ഉണ്ട്, ലൂപ്പ് ഓഫ് ഹെനിൽ. അയാളിൽ വരുന്ന 2 ലിംബുകളാണ് കേട്ടോ, അസെൻഡിങ് ലിംബും ഡിസെൻഡിങ് ലിംബ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഈ പ്രോക്സിമൽ കോൺവോലേറ്റഡ് ട്യൂബ്യൂൾ അഥവാ PCT എന്ന് പറയുന്നത് നമ്മുടെ ബൊമാൻസ് ക്യാപ്സ്യൂളിൽ നിന്നും എന്താണ്? ഇതിങ്ങനെ ഒരു സിക്സാക് ലൈക്ക് സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു പാമ്പ് പോലെ ഇരിക്കുന്ന ഒരാളാണ് ആര്? നമ്മുടെ PCT അഥവാ പ്രോക്സിമൽ കോൺവോലേറ്റഡ് ട്യൂബ്യൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് PCT നോക്കാം. അപ്പൊ ബൊമാൻസ് ക്യാപ്സ്യൂളിൽ നിന്ന് ഇവരിങ്ങനെ ഒരു സിക്സാക് സ്ട്രക്ചറിലാണ് പോകുന്നത്. പിന്നെ ഇവര് നേരെ താഴത്തോട്ടാണ് പോണേ. അതായത് താഴത്തോട്ട് ഇൻ ദ സെൻസ് ഉള്ളിലേക്കാണ്. ഇത്രയും ഭാഗം നമ്മളിപ്പോ ഇത്രയും പറഞ്ഞ PCT ആയിക്കോട്ടെ, ബാക്കി നമ്മുടെ റിനൽ കോർപ്പസൽസുകളൊക്കെ നമ്മുടെ നെഫ്രോൺസുകളുടെ കോർട്ടെക്സ് ഭാഗത്താണ് കാണുന്നത്. ഓക്കെ, നമ്മുടെ ഗൂഗിൾ മാപ്പ് പോലെ കോർട്ടെക്സ് ഭാഗത്തിലാണ് ഈ പറയുന്ന റിനൽ ട്യൂബ്യൂളില് PCTയും ബാക്കി നമ്മുടെ റിനൽ കോർപ്പസൽസുകൾ കാണുന്നത്. ഓക്കെ, അപ്പോ ഈ PCT നേരെ താഴ്ത്തോട്ട് ഇങ്ങനെ ഒരു ഹെയർ ലൈക്ക് സ്ട്രക്ചറിൽ പോകുന്നുണ്ട്. അതാണ് ആര്? നമ്മുടെ രണ്ടാമത്തെ സ്ട്രക്ചർ ആയിട്ടുള്ള ആര്? ലൂപ്പോ ഹെനിൽ എന്ന് പറയുന്നത്. ഇറ്റ്സ് നമ്മുടെ ഹെയർ പിൻ ലൂപ്പ് പോലെ ഇരിക്കുന്ന ആളാണ് കേട്ടോ. ഓക്കെ, അപ്പോ ഇദ്ദേഹത്തിന് ഒരു ഡിസെൻഡിങ് ലിംബും ഒരു അസെൻഡിങ് ലിംബും ഉണ്ട്. ഓക്കെ, ഇത് ഡിസെൻഡിങ് ലിംബ്, ഇത് അസെൻഡിങ് ലിംബ്. ഓക്കെ, ഇങ്ങനെ പോയി ഇങ്ങനെ എത്തുന്നു. ഓക്കെ, അതാണ് അവരുടെ രണ്ടുപേരുടെ ആ ലിംബിന്റെ പ്രത്യേകത. ഓക്കെ, ഡിസെൻഡിങ് ലിംബും അസെൻഡിങ് ലിംബും. അങ്ങനെ ഈ ലൂപ്പോ ഹെനിൽ ഇങ്ങനെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് ആര്? നമ്മുടെ DCT അഥവാ ഡിസ്റ്റൽ കോൺവോലേറ്റഡ് ട്യൂബ്യൂൾ എന്ന് പറയുന്നത്. അത് പിന്നെയും എന്ത് ചെയ്യുന്നു? നേരെ നമ്മുടെ എവിടെ? ഇതിപ്പോ മെഡുല്ലയിലല്ലേടാ, ഇത് മെഡുല്ലയിലാണ്, ഇത് കോർട്ടെക്സ് ഭാഗത്ത് വരുന്ന. പിന്നെ ഈ ലൂപ്പോ ഹെനിൽ അല്ലെങ്കിൽ ഹെനിൽ ലൂപ്പ് നേരെ എങ്ങോട്ടേക്ക് എത്തി? തിരിച്ച് നമ്മുടെ കോർട്ടെക്സിലേക്ക് എത്തി. എത്തിയ പിന്നെയുമുള്ള ആ ഒരു എന്താണ് സിക്സാക് ലൈക്ക് സ്ട്രക്ചർ ആണ് ആര്? നമ്മുടെ DCT എന്ന് പറയുന്നത്. DCT. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി ഈ DCT പിന്നീട് നേരെ
ഇങ്ങനെ ശാഖകൾ പോലത്തെ ഒരു സാധനം ഫോം ചെയ്യും. ഈ ശാഖകൾ പോലെ ഫോം ചെയ്യുന്ന ആളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നമ്മളുടെ കളക്ടിങ് ഡക്റ്റ് എന്ന് വിളിക്കുന്നത്. കളക്ടിങ് ഡക്റ്റ്. ഓക്കെ, കളക്ടിങ് ഡക്റ്റ് എന്ന് വിളിക്കുന്നത് CD, കളക്ടിങ് ഡക്റ്റ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? നമ്മുടെ നെഫ്രോണിന് പ്രധാനമായിട്ടും 2 പാർട്ടീഷൻസുകളാണ് ഉള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ റീനൽ കോർപ്പസൽസും 2 റീനൽ ട്യൂബ്യൂളുമാണ്. ഓക്കെ, ഈ റീനൽ കോർപ്പസൽസുകളിൽ ആദ്യത്തെ ആളായിട്ടുള്ള നമ്മുടെ ഗ്ലോമറുലസും ബൊമാൻസ് ക്യാപ്സ്യൂളും അഫറന്റ് ഏട്രിയോളും ഇവരെല്ലാവരും നമ്മുടെ നെഫ്രോണിന്റെ അല്ലെങ്കിൽ കിഡ്നിന്റെ കോർട്ടെക്സ് ഭാഗത്തിലാണ് ഈ നെഫ്രോണിന്റെ ഈ പാർട്സുകൾ വരുന്നത്. പിന്നെ അടുത്തെത്തിയപ്പോഴേക്കും റീനൽ ട്യൂബ്യൂൾ എത്തിയപ്പോ PCT വരെ എവിടെയാണ്? കോർട്ടെക്സിൽ തന്നെയാണ്. പിന്നെ അവിടെ നിന്ന് നേരെ താഴത്തോട്ട് നമ്മുടെ ലൂപ്പ് പോകുന്നു. ലൂപ്പ് എവിടെയാ വരുന്നത്? മെഡുല്ല ഭാഗത്തിലാണ് അല്ലെ? അവിടെ നിന്ന് പിന്നെയും ആ ലൂപ്പ് നേരെ തീർന്നെത്തുന്നത് എവിടെയാണ്? കോർട്ടെക്സിലെത്തി. അത് കഴിഞ്ഞിട്ടുള്ള ആ കോർട്ടെക്സിലെത്തിയ സിക്സാക് ഭാഗമാണ് ഇത് നമ്മുടെ DCT അഥവാ ഡിസ്റ്റൽ കോൺവൊല്യൂട്ടഡ് ട്യൂബ്യൂൾ എന്ന് പറയുന്നത്. PCTയും DCTയും സിക്സാക് പോലെയാണ്. ആദ്യം നമ്മുടെ ബൊമാൻസ് ക്യാപ്സ്യൂളിന്റെ ഉള്ളിൽ ഗ്ലോമറുലസ്, അവരെവിടെ? കോർട്ടെക്സിലാണല്ലേ. പിന്നെ എഫറന്റും ഇഫറന്റ് ഏട്രിയോളും ഉണ്ട്. അവര് നേരെ താഴത്തോട്ട് മെഡുല്ലയിലേക്ക് പോയി. ലൂപ്പ് മെഡുല്ലയിലെത്തി. ലൂപ്പ് പിന്നീട് നേരെ തിരിച്ച് കോർട്ടെക്സിലെത്തി. പിന്നെയും ഒരു സിക്സാക് ആണ് ആര്? DCT എന്ന് പറയുന്നത്. ദെൻ DCT നേരെ പിന്നെയും താഴത്തോട്ട് പോകുന്നുണ്ട്, അതായത് മെഡുല്ലയിലേക്ക് പോകുന്നുണ്ട്. അതാണ് ആര്? നമ്മുടെ കളക്ടിങ് ഡക്റ്റ്. കുറേ ബ്രാഞ്ചസ് പോലെയുള്ള കളക്ടിങ് ഡക്റ്റ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോ മൊത്തത്തിലുള്ള നിങ്ങളുടെ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ് നമ്മൾ പാർട്ടായിട്ട് പഠിച്ചെടുത്തത് അല്ലേ? അപ്പോ സിമ്പിൾ ആയിട്ട് നോക്കുമ്പോ അല്ലെങ്കിൽ ഒറ്റയടിക്ക് നമ്മളിപ്പോ നമ്മുടെ ഇയാളെ വരയ്ക്കുമ്പോ, ആരാണ്? നമ്മുടെ നെഫ്രോണിനെ വരയ്ക്കുമ്പോ എങ്ങനെയാണ്? ആദ്യമേ നമ്മുടെ കപ്പ് ലൈക്ക് ആയിട്ടുള്ള ബൊമാൻസ് ക്യാപ്സ്യൂൾ അല്ലെ? കപ്പ് ലൈക്ക് ആയിട്ടുള്ള ബൊമാൻസ് ക്യാപ്സ്യൂൾ നമ്മൾ വരയ്ക്കുന്നു. ഇവിടെ ആരുണ്ട്? നമുക്ക് ഗ്ലോമറുലസ് ഉണ്ട്, ഒരു എഫറന്റ് ഏട്രിയോളും ഉണ്ട്, ഒരു ഇഫറന്റ് ഏട്രിയോളും ഉണ്ട് അല്ലെ? പിന്നീട് ഇയാള് ഇങ്ങനെ ഒരു സിക്സാക് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്. അയാളാണ് ആര്? PCT എന്ന് പറയുന്നത്. PCT പിന്നീട് എന്ത് ഫോം ചെയ്യുന്നുണ്ട്? ലൂപ്പ് ഓഫ് ഹെനിലായിട്ട് മാറുന്നുണ്ട്, ഒരു ഹെയർ പിൻ ലൈക്ക് സ്ട്രക്ചർ. അവിടെ നിന്ന് പിന്നെയും ആര് വന്നു? അവിടെ നിന്ന് പിന്നെ നമ്മുടെ DCT വന്നു അല്ലെ? DCT പിന്നെ താഴത്തോട്ട് നേരെ ഡെവലപ്പ് ആവുന്നത് എങ്ങനെയാണ്? നമ്മുടെ കളക്ടിങ് ഡക്റ്റ് ആയിട്ടാണ് അല്ലെ? കളക്ടിങ് ഡക്റ്റ് ആയിട്ടാണ് പിന്നീട് അത് ഡെവലപ്പ് ആയി മാറുന്നത്. കളക്ടിങ് ഡക്റ്റ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മുടെ നെഫ്രോണിന്റെ സിമ്പിൾ ആയിട്ടുള്ള സ്ട്രക്ചർ. അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങളുടെ എഫറന്റ് ഏട്രിയോളിൽ നിന്നും പിന്നെയും കുറെ റെഡ് കളർ ഒരു ബ്ലഡ് കാപ്പിലറീസ് കൊടുത്തിട്ടില്ലേ? ആ ബ്ലഡ് കാപ്പിലറീസ് ആണ് ആര്? നമ്മുടെ വാസ റെക്ട എന്ന് പറയുന്ന ആള്. ഓക്കെ, ഇയാളപ്പൊ പിന്നീട് എന്തായി മാറുന്നുണ്ടോ? ഇയാള് പിന്നീട് ഇങ്ങനെ ഇതിന്റെ ഉള്ളിൽ കൂടിയൊക്കെ കളർ മാറിയില്ല അല്ലേ? ഓക്കെ, ഇയാള് പിന്നീട് ഇതിന്റെ ഉള്ളിൽ കൂടിയൊക്കെ ഇങ്ങനെ ഓടി എന്ത് ചെയ്യുന്നുണ്ട്? ഓടി കളിക്കുന്നുണ്ട്. ഓടി തിരിച്ച് ഇപ്പുറത്തേക്ക് എത്തുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ബ്ലഡ് സപ്ലൈ എങ്ങനെയാണ്? നമ്മൾ നേരത്തെ കുറച്ചു മുന്നേ പറഞ്ഞ ആ ബ്ലഡ് കാപ്പിലറീസ് അല്ലെ? വാസ റെക്ട, നമ്മുടെ എഫറന്റ് ഏട്രിയോള് ഡെവലപ്ഡ് ആയി വരുന്ന ആളാണ് വാസ റെക്ട എന്ന് പറയുന്നത്. അപ്പോ അവിടെ നിന്നും പാസ് ചെയ്ത് നേരെ എത്തുന്നത് എങ്ങോട്ടേക്കാണ്? നമ്മളുടെ കാപ്പിലറി നെറ്റ്വർക്ക് ആയിട്ടുള്ള ഗ്ലോമറുലസിലേക്കാണ് എത്തുന്നത്. ആര് വഴിയാണ്? ത്രൂ അല്ലെങ്കിൽ ആരിലൂടെയാണ്? അറൌണ്ട് ദ ലൂപ്പ് ഓഫ് ഹെനിൽ അല്ലെ? ഹെയർ പിൻ ലൈക്ക് സ്ട്രക്ചർ ആയിട്ടുള്ള ആ ലൂപ്പ് വഴിയാണ് എന്ത് ചെയ്യുന്നത്? അവിടെ ബ്ലഡ് സപ്ലൈ നടക്കുന്നത്. ഓക്കെ, ഇനി സിമ്പിൾ ആയിട്ട് നമ്മുടെ നെഫ്രോണിന്റെ സ്ട്രക്ചർ ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ആദ്യമേ നമുക്ക് ആരെ കാണാടാ? ആദ്യമേ നമുക്ക് നമ്മുടെ ഗ്രാമഫോൺ പോലെയുള്ള വലിയ ട്യൂബായിട്ടുള്ള ആരെ കാണാം? എഫറന്റ് ഏട്രിയോളിനെ കാണാം. പിന്നെ നമുക്ക് അവിടെ ആരെ കാണാം? നമ്മുടെ ബ്ലഡ് കാപ്പിലറീസ് അല്ലെ? ആരാണ്? ഗ്ലോമറുലസിനെ നമുക്ക് കാണാം. ഗ്ലോമറുലസ് പിന്നെ ഉള്ളിൽ ആരെ? ഗ്ലോമറുലസ് എവിടെ ഇരിക്കുന്നേ? നമ്മുടെ ബൊമാൻസ് ക്യാപ്സ്യൂളിന്റെ ഉള്ളിലാണ് അല്ലെ? ബൊമാൻസ് ക്യാപ്സ്യൂളിന്റെ ഉള്ളിൽ ഇരിക്കുകയാണ്. പിന്നെ നേരെ നമുക്ക് ഉള്ളത് ആരാണ്? നമ്മുടെ സിക്സാക് ലൈക്ക് സ്ട്രക്ചർ ആയിട്ടുള്ള PCT അല്ലേ? പ്രോക്സിമൽ കോൺവൊല്യൂട്ടഡ് ട്യൂബ്യൂൾ ആണ് ഉള്ളത്. അവിടെ നിന്ന് പിന്നീട് നമ്മുടെ അസെൻഡിങ് ലിംബും ഡിസെൻഡിങ് ലിംബും ആരാണ്? ലൂപ്പ് ഓഫ് ഹെനിൽ. പിന്നെ ആരാണ്? പിന്നെ നമ്മുടെ DCT അല്ലെ? സിക്സാക് സ്ട്രക്ചർ. പിന്നെ നമുക്ക് ആര് വരുന്നു? നമ്മുടെ കളക്ടിങ് ഡക്റ്റ് വരുന്നുണ്ട് അല്ലെ? കളക്ടിങ് ഡക്റ്റ്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ആ സ്ട്രക്ചറിന്റെ ഒരു ഓർഡറിൽ വരച്ചതാണ്. നമ്മൾ വരയ്ക്കുമ്പോൾ ഇങ്ങനെ വരച്ചാൽ മതി അല്ലെ? ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ അത്രേ ഉള്ളൂ നെഫ്രോണിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി
അപ്പൊ നമ്മൾ രണ്ട് പാർട്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തായിരുന്നു. അതിൽ ആദ്യത്തെ പാർട്ടാണ് ആര്? മാൽഫീഗിയൻ ബോഡി അഥവാ റീനൽ കോർപ്പസസ്. നേരത്തെ പറഞ്ഞ തന്നെ നമ്മൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോവാണേ. ഓക്കെ, ക്ലിയർ? ഓക്കെ, നോക്കിക്കേടാ. അതായത് ഇതാണ് നമ്മുടെ ബൊമാൻസ് ക്യാപ്സ്യൂളും ഗ്ലോമർലെസും അതുപോലെ ഡിഫറെന്റ് ഏട്രിയോളിനെ പറ്റിയിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ നോക്കിക്കേ, ആദ്യത്തെ ആളാണ് ആര്? ഇയാളെ നമ്മൾ എന്ത് വിളിക്കുന്നുണ്ട്? കോർപ്പസ്, റീനൽ കോർപ്പസിനെ നമ്മൾ മാൽഫീഗിയൻ ബോഡി എന്നും നമ്മൾ വിളിക്കുന്നുണ്ട്. ദേ ആർ മേഡ് അപ്പ് ഓഫ് ആരൊക്കെ ഉണ്ട്? ഗ്ലോമർലെസ് ഉണ്ട്, നമ്മുടെ ബ്ലഡ് കാപ്പിലറീസ് ഉണ്ട്. അവരെ സൂക്ഷിച്ചു വെക്കാനായിട്ട് ആരുണ്ട്? നമ്മുടെ ബൊമാൻസ് ക്യാപ്സ്യൂൾ ഉണ്ട്. പിന്നെ ആരാണ്? വലിയ കൊള്ളായിട്ടുള്ള എഫറന്റ് ഏട്രിയോളും കുഞ്ഞു കൊള്ളായിട്ടുള്ള ഇഫറന്റ് ഏട്രിയോളും ഉണ്ട്. ആൻഡ് ഇറ്റ് ഈസ് കണ്ടിന്യൂസ് ആസ് ആയിട്ട് എന്തായിട്ട് പോകുന്നു? പിന്നെയാണ് നമ്മുടെ നെക്സ്റ്റ് ആരാണ്? നമ്മുടെ PCT അല്ലെ, പ്രോക്സിമൽ കോൺവലേറ്റഡ് ട്യൂബ്യൂൾസുകളായിട്ട് മാറുന്നുണ്ട്. ഇങ്ങനെ പ്രധാനമായിട്ടും ഇത്രയും സ്ട്രക്ചേഴ്സ് ആണ് ആറിൽ വരുന്നത്, നമ്മുടെ റീനൽ കോർപ്പസസുകൾ അഥവാ മാൽഫീഗിയൻ ബോഡിയിൽ വരുന്നത്. നോക്കിക്കേ, എഫറന്റ് ഏട്രിയോൾ ഗ്ലോമർലെസ് എവിടെയാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്? നമ്മുടെ ബൊമാൻസ് ക്യാപ്സ്യൂളിലാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. ആൻഡ് നമ്മുടെ പ്രോക്സിമൽ കോൺവലേറ്റഡ് ട്യൂബ്യൂൾ അഥവാ PCTയും അവിടെ ഉണ്ട്. ഓക്കെ, ഇനി നെഫ്രോൺസുകള് നമ്മൾ നേരത്തെ പറഞ്ഞ ലൂപ്പോഹെനിൽ അഥവാ ഹെയർപിൻ ലൈക്ക് സ്ട്രക്ചർ ആയിട്ടുള്ള ലൂപ്പില്ലേ, അദ്ദേഹത്തിന്റെ ലെങ്ത്തിന്റെ ബേസിൽ നമുക്ക് രണ്ട് ടൈപ്പ് നെഫ്രോൺസുകളാണ് ഉള്ളത്. ഫസ്റ്റ് വൺ ആണ് ആര്? കോർട്ടിക്കൽ നെഫ്രോൺ എന്ന് പറയുന്നത്. കോർട്ടിക്കൽ നെഫ്രോണിനെ സംബന്ധിച്ച് നമ്മളുടെ PCTയിൽ നിന്നുമല്ല അത് പോകുന്നത്. ഈ PCTയിൽ നിന്ന് പോകുന്ന ഈ ലൂപ്പ് എന്താണ്? ലെങ്ത് കുറവാണെങ്കിൽ ഇറ്റ് വിൽ ബി ഷോർട്ട് ആണെങ്കിൽ അത് എന്ത് ടൈപ്പ് നെഫ്രോൺ ആണ്? ഇറ്റ് ഈസ് കോർട്ടിക്കൽ നെഫ്രോൺ ആണ്. എന്ത് നെഫ്രോൺ ആണ്? കോർട്ടിക്കൽ നെഫ്രോൺ ആണ്. ആൻഡ് അത് എക്സ്റ്റെൻഡഡ് സ്ലൈറ്റ്ലി ഇൻ ടു ദ മെഡുല്ല, മെഡുല്ലയിലേക്ക്. ഇത് കോർട്ടെക്സ് ഭാഗവും ഇത് മെഡുല്ല ഭാഗവും അല്ലെ. ഇതിനെ സംബന്ധിച്ച് ഇതിപ്പോ ഞാൻ ചെറുതാക്കി വരയ്ക്കാവേ, ഇച്ചിരി വലുതായിപ്പോയി. ഓക്കെ, അപ്പോ ഈ ലൂപ്പിനെ സംബന്ധിച്ച് ഇതെന്താ? സ്ലൈറ്റ്ലി ഇച്ചിരി മാത്രമാണ് മെഡുലയുടെ ഉള്ളിലോട്ട് ഇൻവൈഡ് ആയിരിക്കുന്നത്. സോ ഇച്ചിരി ചെറിയ സ്ലൈറ്റ്ലി മാത്രമാണ് എക്സ്റ്റെൻഡഡ് ആയിരിക്കുന്നത്. ആൻഡ് നമ്മുടെ വാസാറെക്ടയും അതുകൊണ്ട് എന്തായിരിക്കും? വാസാറെക്ട എന്താണ്? നമ്മുടെ ഇഫറന്റ് ഏട്രിയോളിൽ നിന്നും വരുന്ന ലൂപ്പിനെ ഇങ്ങനെ ചുറ്റിപ്പഴഞ്ഞു നിൽക്കുന്ന ആളാണ് അല്ലെ. അയാളെ സംബന്ധിച്ച് മേ ബി കുഞ്ഞതായതുകൊണ്ട് തന്നെ അയാൾ എന്താ? ചിലപ്പോൾ കുറവായിരിക്കും, അല്ലെങ്കിൽ ഉണ്ടാവത്തേയില്ല. മേ ബി എങ്ങനെയായിരിക്കും? ആബ്സെന്റ് ഓർ റെഡ്യൂസ്, ഒന്നുകിൽ കുറഞ്ഞത് അല്ലെങ്കിൽ ആബ്സെന്റ് ആയിരിക്കും. ആര്? നമ്മുടെ വാസാറെക്ട എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ടൈപ്പ് നെഫ്രോൺ എങ്ങനെയായിരിക്കും? ജെക്സ്റ്റാ മെഡുലറി നെഫ്രോൺ. എന്താണ്? നേരെ ഓപ്പോസിറ്റ് അല്ലെ. നമ്മുടെ ഈ ലൂപ്പ് എങ്ങനെയായിരിക്കും? ലൂപ്പ് നല്ല നീളത്തിലുള്ള ലൂപ്പായിരിക്കും. മെഡുലർ റീജിയനിലേക്ക് ഡീപ്പായിട്ട് എക്സ്റ്റെൻഡ് ആയിട്ടിരിക്കുന്ന ആളായിരിക്കും ആര്? നമ്മുടെ ജെക്സ്റ്റാ മെഡുലറി നെഫ്രോൺ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദ ഇമ്പോർട്ടൻറ്റ് ഫോർ ദി കോൺസെൻട്രേറ്റഡ് യൂറിൻ ഫോർമേഷൻ. നമ്മുടെ ബോഡിയിലുള്ള യൂറിന്റെ കോൺസെൻട്രേറ്റഡ് ഫോം ആക്കി നമ്മുടെ ബോഡിയിൽ നിന്ന് എക്സ്ക്രീറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട നെഫ്രോൺ ആണ്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നെഫ്രോൺ ടൈപ്പ് ആണ് ഇത് ജെക്സ്റ്റാ മെഡുലറി നെഫ്രോൺ എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് ടൈപ്പ് ചെയ്ത കോർട്ടിക്കൽ നെഫ്രോൺ. കോർട്ടിക്കൽ നെഫ്രോണിന്റെ പ്രത്യേകത എന്താ? കോർട്ടിക്കൽ നെഫ്രോൺ എന്ന് പറയുമ്പോൾ നമ്മുടെ ലൂപ്പിനെ വെച്ച് നോക്കുമ്പോൾ ലൂപ്പ് വളരെ ചെറുതായിരിക്കും, ലെങ്ത് കുറവായിരിക്കും, മെഡുലയിലേക്ക് ചെറിയ രീതിയിലായിരിക്കും എന്ത് ചെയ്തിട്ടുണ്ടാവുക? എക്സ്റ്റെൻഡഡ് ആയിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ എന്താണ്? നമ്മുടെ ഇവര് വാസാറെക്ട എങ്ങനെയായിരിക്കും? അവിടെ വാസാറെക്ട എന്താണ്? അവിടെ ആബ്സെന്റോ റിഡ്യൂസ്ഡ് ഫോമിലായിരിക്കും നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി രണ്ടാമത്തെ ടൈപ്പ് നോക്കുവാണെങ്കിൽ ആ ലൂപ്പ് നല്ല വലുതായിരിക്കും, വിച്ച് ഈസ് എക്സ്റ്റെൻഡഡ്. എങ്ങനെയായിരിക്കും? നമ്മുടെ മെഡുലയിലേക്ക് നല്ല രീതിയിൽ എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങനെ കുഴിഞ്ഞു കിടക്കുന്നുണ്ടാവും. നല്ല വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള വാസാറെക്ട ആയിരിക്കും. ആൻഡ് ഓൾസോ ഇറ്റ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് തിങ് ഫോർ ദ കോൺസെൻട്രേറ്റഡ് യൂറിൻ ഫോർമേഷൻ ഇൻ അവർ ബോഡി. ഓക്കെ, ഇനി ഇവിടെ നമ്മുടെ ബ്ലഡിന്റെ സപ്ലൈ എങ്ങനെയാണ് നടക്കുന്നത്? ഓക്കെ, അതാണ് നമ്മൾ അടുത്തത് നോക്കുന്നത്. ഇവരെ സംബന്ധിച്ച് ഇറ്റ്സ് അറൌണ്ട് ട്യൂബ്യൂളിലൂടെ ആയിരിക്കും അല്ലെ നമ്മുടെ ബ്ലഡിന്റെ ഒരു ഓട്ടവും ചാട്ടവും ഒക്കെ. അപ്പോ എഫറന്റ് ഏട്രിയോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇറ്റ് ഫോംസ് peritubular capillaries and vasa recta U-shaped capillaries along the lupohenil. ലുപ്പോഹെനിലിന്റെ കൂടെ ചെറിയൊരു ട്യൂബായിട്ട് ആരുണ്ടാവും? വാഴ നനയുമ്പോൾ ചീര നനയണ പോലെ നമ്മുടെ വാസാ റെക്ട ആരുടെ കൂടി ഉണ്ടാവും? ലൂപ്പോഹെനിലിന്റെ കൂടി ഉണ്ടാവും. ആൻഡ് എഫറന്റ് ഏട്രിയോൾ എന്തും ചെയ്യുന്നുണ്ട്? ഒരു പെരിട്യൂബുലാർ കാപ്പിലറീസും അവിടെ ഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ കാപ്പിലറീസിലൂടെയുമാണ് എന്ത് നടക്കുന്നത്? ബ്ലഡിന്റെ ഓട്ടം നടക്കുന്നത്. ഓക്കെ, ബ്ലഡ് സപ്ലൈ നടക്കുന്നത്. ഇനി അടുത്തതാണ് എന്ത്? യൂറിൻ ഫോർമേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് നമ്മൾ പോവാണ്.
അപ്പൊ നമ്മുടെ കിഡ്നി നോക്കി, നെഫ്രോൺ നോക്കി. ഇനി നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ യൂറിൻ ഫോം ചെയ്യണമെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രധാനമായിട്ടും നമ്മുടെ യൂറിൻ ഫോം ചെയ്യുന്നത് 3 ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സിലൂടെയാണ്. ഗ്ലോമെറുലർ ഫിൽട്രേഷൻ, അൾട്രാ ഫിൽട്രേഷൻ ആൻഡ് റീഅബ്സോർപ്ഷൻ. ഗ്ലോമെറുലർ ഫിൽട്രേഷൻ, അൾട്രാ ഫിൽട്രേഷൻ ആൻഡ് റീഅബ്സോർപ്ഷൻ. ഇങ്ങനെ 3 രീതിയിലാണ് നമ്മുടെ ബോഡിയിൽ എന്ത് ചെയ്യുന്നത്, യൂറിൻ ഫോർമേറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട 3 സ്റ്റെപ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് വണ്ണാണ് ഇത് ഗ്ലോമെറുലർ ഫിൽട്രേഷൻ. ഗ്ലോമെറുലർ ഫിൽട്രേഷൻ ആണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഇതെവിടെ ആയിരിക്കും നടക്കുന്നത്? നമ്മുടെ ഗ്ലോമെറുലസിലായിരിക്കും നടക്കുന്നത്. ഓക്കെ, ഗ്ലോമെറുലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്ലഡിന്റെ കാപ്പിലറി ആണ്. കുഞ്ഞു കുഞ്ഞ് ഇങ്ങനെ ചെറിയ ചെറിയ കാപ്പിലറീസ് ആയിട്ട് ഇങ്ങനെ കാണുന്ന ആളാണ് ആര്? നമ്മുടെ ഗ്ലോമെറുലർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഗ്ലോമെറുലസ് എങ്കിൽ ഈ ഫുൾ ഇങ്ങനെ കാപ്പിലറീസ് ഫോം ആയിരിക്കും. ഇവിടെ നിന്നാണ് ഡിഫറെന്റ് ഏട്രിയോളൊക്കെ പോകുന്നത്. ഓക്കെ, അപ്പോ ഇവരെ സംബന്ധിച്ച് ഒരു മിനിറ്റിൽ നോക്കിക്കേ 1100 തൊട്ട് 1200 ml വരെ ബ്ലഡുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു മിനിറ്റിൽ ഫിൽട്രേറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. ആ ഫിൽട്രേഷൻ ഈസ് ഡ്യൂ ടു ദ ഹൈ ബ്ലഡ് പ്രഷർ. നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന BPന്റെ പ്രസൻസിലാണ് നമ്മുടെ ബോഡിയിൽ എപ്പോഴും ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുകയും യൂറിന്റെ ഫോർമേഷൻ നടക്കുകയും ചെയ്യുന്നത്. സോ ഈ ഫിൽട്രേഷൻ പ്രധാനമായിട്ടും 3 ലെയേഴ്സിലൂടെയാണ് നടക്കുന്നത്. എന്തൊക്കെയാണ്? നമ്മുടെ ഗ്ലോമെറുലർ കാപ്പിലറീസുകളുടെ എപ്പിത്തീലിയം എന്ന് പറയുമ്പോൾ എന്താണ്? നല്ല സ്മൂത്ത് സെൽസുകളായിരിക്കും, സ്മൂത്ത് മസിൽസുകളായിരിക്കും. ആൻഡ് ബേസ്മെന്റ് മെംബ്രെയിനും ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ബൊമാൻസ് ക്യാപ്സ്യൂൾ ഇല്ലേ, ഇതിനെ സേഫ് ആക്കി വെച്ചിരിക്കുന്ന ഈ ക്യാപ്സ്യൂൾ. അങ്ങനെ ഈ 3 ആൾക്കാരിലൂടെ ബൊമാൻസ് ക്യാപ്സ്യൂളിന്റെ ലെയർ, ഇവരുടെ എപ്പിത്തീലിയൽ ലെയർ ആൻഡ് ഇവർക്ക് ഒരു ബേസ്മെന്റ് മെംബ്രെയിനും ഉണ്ട്. ഈ 3 ലെയേഴ്സിലൂടെയാണ് എന്ത് നടക്കുന്നത്? നമ്മുടെ ഫിൽട്രേഷൻ നടക്കുന്നത്. എപ്പിത്തീലിയം ഓഫ് ബൊമാൻസ് കാപ്പിലറി, ബേസ്മെന്റ് മെംബ്രെയിൻ ആൻഡ് ബൊമാൻസ് ക്യാപ്സ്യൂളിന്റെ എപ്പിത്തീലിയം. ആൻഡ് ദർ ഇസ് എ സ്പെഷ്യലൈസ്ഡ് സെൽ, അവരാണ് പോഡോസൈറ്റ്സ് എന്ന് നമ്മൾ വിളിക്കുന്നത്. എന്താണ്? പോഡോസൈറ്റ്സ്. ഓക്കെ, ആൻഡ് ദ ഫോം ഫിൽട്രേഷൻ ഈസ് ലിറ്റ് ഇൻ പ്ലാസ്മ സബ്സ്റ്റൻസുകളൊക്കെയാണ് പൊതുവെ നമ്മൾ ഇവിടെ ഫിൽറ്റർ ചെയ്തെടുക്കുന്നത്. ലൈക്ക് നമ്മുടെ വാട്ടർ, ഗ്ലൂക്കോസ്, സോൾട്ട്, യൂറിയ. പ്രോട്ടീൻ മാത്രം എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഇവരിലൂടെ ഫിൽട്രേറ്റ് ചെയ്ത് ഇങ്ങോട്ടേക്കാണല്ലോ പോകേണ്ടത്. ബൊമാൻസ് ക്യാപ്സ്യൂളിന്റെ പുറത്തോട്ട് നമ്മുടെ PCTയിലേക്കാണ് നമുക്ക് പോകേണ്ടത്. അപ്പോ ഇവിടെ ഫിൽട്രേഷൻ കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഇവിടെ ഈ നമ്മുടെ ബൊമാൻസ് ക്യാപ്സ്യൂളിൽ നിന്നും കുഞ്ഞു കുഞ്ഞു പോസുകളായിട്ട് നമ്മുടെ ഈ ഫിൽട്രേറ്റുകൾ ഗ്ലോമെറുലറിൽ നിന്ന് പുറത്തേക്ക് പോകും. ഇങ്ങനെ പുറത്തേക്ക് പോയി PCTയിൽ എത്തുന്നുണ്ട്. അവിടെ പോകുന്ന പ്രധാനപ്പെട്ട ആൾക്കാരാണ് ആര്? ഒരു മിനിറ്റ്. ഇതിലൂടെ നമ്മൾ ഫിൽറ്റർ ചെയ്ത് പുറത്തോട്ട് കളയുന്ന പ്രധാനപ്പെട്ട ആൾക്കാരാണ് ആര്? നമ്മുടെ വാട്ടർ, സോൾട്സ്, അതുപോലെ തന്നെ ഗ്ലൂക്കോസ്. നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും യൂട്ടിലൈസ് ചെയ്ത് ആവശ്യമില്ലാത്ത വേസ്റ്റ്, യൂറിയനെയൊക്കെ കളയുമ്പോൾ അവിടെ ആര് മാത്രം ഫിൽറ്റേർഡ് ആവുന്നില്ല? പ്രോട്ടീൻ മാത്രം ഇവിടെ ഇങ്ങനെ കെട്ടിക്കിടക്കും. ഓക്കെ, കെട്ടിക്കിടക്കുന്ന സെൻസ് പ്രോട്ടീൻസ് മാത്രം അവിടെ ഫിൽട്രേറ്റ് ആകുന്നില്ല. ഓക്കെ, അങ്ങനെ ഗ്ലോമെറുലർ ഫിൽട്രേഷൻ നടന്നു. അല്ലെങ്കിൽ ആ ഗ്ലോമെറുലർ ഫിൽട്രേഷൻ നടക്കുമ്പോൾ ഈ ബൊമാൻസ് ക്യാപ്സ്യൂൾ ഗ്ലോമെറുലസിൽ നിന്നും വരുന്ന, അല്ലെങ്കിൽ ബൊമാൻസ് ക്യാപ്സ്യൂൾ ഇങ്ങനെ സേഫ് ആക്കി വെച്ചിരിക്കുന്ന ആളില്ലേ, ഈ സേഫ് ആക്കി വെച്ചിരിക്കുന്ന ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പൊടിയൂന്നല്ലേ പറഞ്ഞേ, ആ കിട്ടുന്ന ഈ ഫിൽട്രേറ്റ് റേറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഗ്ലോമെറുലർ ഫിൽട്രേറ്റ് റേറ്റ് അഥവാ GFR എന്ന് വിളിക്കുന്നത്. ഒരു മിനിറ്റില് എന്തോരം ഫിൽട്രേറ്റ് അവിടെ പ്രൊഡ്യൂസ്ഡ് ആവുന്നു, അല്ലെങ്കിൽ എന്തോരം നമ്മുടെ യൂറിൻ അവിടെ പ്യൂരിഫൈ ചെയ്ത്, വാട്ടർ അവിടെ പ്യൂരിഫൈ ചെയ്ത് വേസ്റ്റ് നമ്മളുടെ ബോഡി ഫോം ചെയ്യുന്നു, അതിനെയാണ് GFR എന്ന് വിളിക്കുന്നത്. നോർമൽ ആയിട്ട് ഒരു മനുഷ്യൻ 125 ml per minute ആണ്, അതായത് 180 ലിറ്റർ ആണ് ഒരു ദിവസം മാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്ന നോർമൽ ഒരു മനുഷ്യൻ. കിഡ്നി ഫങ്ഷണൽ ആണെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന GFRന്റെ റേറ്റ് എമൗണ്ട് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇഫ് GFR കുറവാണെങ്കിൽ, ഡിക്രീസ് ആണെങ്കിൽ അയാളുടെ കിഡ്നി ഈസ് ആക്റ്റീവ് മെക്കാനിസം ടു ഇൻക്രീസ് ഇറ്റ്. അതായത് പുള്ളിക്കാരന്റെ കിഡ്നിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്, കുറവാണെങ്കിൽ. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോ ഇഫ് ദ GFR is decreases, kidney activate mechanism to increase it. നമ്മളുടെ ബോഡിയിൽ ഈ പറയുന്ന GFR കുറവാണെങ്കിൽ നമ്മുടെ ബോഡി എന്ത് ചെയ്യും? അത് കൂട്ടാനായിട്ടുള്ള മെക്കാനിസം അയാളുടെ ബോഡിയിൽ പ്രവർത്തിപ്പിക്കാൻ തുടങ്ങും. ഓക്കെ, പിന്നെ നമ്മുടെ GFRനെ റെഗുലേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആളാണ് ആര്? JGA അഥവാ ജെക്സ്റ്റാഗ്ലോമെറുലർ അപ്പാരറ്റർ എന്ന് പറയുന്നത്. ജെക്സ്റ്റാഗ്ലോമെറുലർ അപ്പാരറ്റർ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, ഈ ജെക്സ്റ്റാഗ്ലോമെറുലർ അപ്പാരറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മളുടെ ഈ നെഫ്രോൺസുകളിലുള്ള
എന്താ പറയാ അഡ്ജസ്റ്റന്റ് ആയിട്ടുള്ള ആൾക്കാരിൽ ഒരു മോഡിഫൈഡ് സെൽസുകൾ പുതിയത് പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് എന്ത്, അതിനെല്ലാത്തിനും കൂടി ചേർത്ത് വിളിക്കുന്ന പേരാണ് JGA. ആ JGA സെൽസുകളെ കൂട്ടമായി വിളിക്കുന്ന പേരാണ് എന്ത്, JGA അപ്പാരറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോ അടുത്ത സ്റ്റെപ്പാണ് ഇത് റീഅബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. എന്താണ് റീഅബ്സോർപ്ഷൻ എന്ന് പറയുന്നത്? റീഅബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാല് നമ്മളുടെ ഈ PCTന്റെ പുറത്തൂടെ നമ്മൾക്ക് ആരൊക്കെ കിട്ടി? വാട്ടർ, അതുപോലെ തന്നെ ഗ്ലൂക്കോസ്, യൂറിയ, ഇത്തരത്തിലുള്ള വേസ്റ്റുകളൊക്കെ നമുക്ക് പുറത്തോട്ട് കിട്ടി. പക്ഷേ ഇതിലൊക്കെ ഒരുപാട് വെള്ളത്തിന്റെ അംശം കൂടുതലാണ്. നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള പ്രധാനപ്പെട്ട ഒരാളാണല്ലേ വാട്ടർ എന്ന് പറയുന്നത്. ആ വാട്ടറിന്റെ ലോസ് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു സ്റ്റെപ്പാണ് ഇത് റീഅബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോ നമ്മള് ചില സമയത്ത് ഓറഞ്ച് ജ്യൂസ് അങ്ങനെ എന്തെങ്കിലും പൾപ്പൊക്കെ ജ്യൂസ് ആക്കുമ്പോൾ മേ ബി നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ നന്നായിട്ട് നെക്കി മാക്സിമം അതിന്റെ നീരെടുക്കും അല്ലെ. പക്ഷേ ചിലപ്പോൾ ചില സമയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യില്ല, ഇത് മതി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ പൾപ്പ് മാറ്റി വെക്കും. പക്ഷെ അതിൽ നിന്ന് പിന്നെയും മാക്സിമം വെള്ളം നമുക്ക് ജ്യൂസ് നമുക്ക് കിട്ടും അല്ലെ. അത്രയും ജ്യൂസ് നമ്മൾ സേവ് ചെയ്യുക എന്ന് പറയുന്ന പോലെ നമ്മുടെ ബോഡിയിൽ അത്രയും വാട്ടർ സേവ് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആണ് ഇത് റീഅബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ബോഡിയിൽ 99% ഓഫ് ഫിൽട്രേറ്റും അവിടെ എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, റീഅബ്സോർബ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, നമ്മൾ മാക്സിമം ഇപ്പൊ നമ്മൾ കുറേ വെള്ളം കുടിച്ചു എന്നാൽ അത്രയും എമൗണ്ട് യൂറിൻ നമ്മളുടെ ബോഡിയിൽ നിന്ന് നമ്മൾ കളയുന്നില്ല. കാരണം എന്താണ്, ഫുഡും വാട്ടറും അതായത് ബ്ലഡ് പ്യൂരിഫൈ ചെയ്തെടുക്കുന്ന മാക്സിമം നമുക്ക് അങ്ങേയറ്റം വേണ്ടാത്ത വേസ്റ്റ് മാത്രമാണ് നമ്മളുടെ ബോഡി എലിമിനേറ്റ് ചെയ്ത് കളയുന്നത്. അങ്ങനെ നമ്മുടെ യൂറിൻ എക്സ്ക്രീറ്റ് ചെയ്യുന്നത് ഏകദേശം 1.5 ലിറ്റർ ആയിരിക്കും ഒരു ദിവസം. അപ്പോ റീഅബ്സോർപ്ഷൻ എന്തിനു വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്? പ്രധാനമായിട്ടും റീഅബ്സോർപ്ഷൻ നടക്കുന്നത് അല്ലെങ്കിൽ ചെയ്യുന്നത് നമ്മുടെ റീനൽ ട്യൂബ്യൂൾസുകളാണ്. ഏതൊക്കെയാണ് റീനൽ ട്യൂബ്യൂൾസുകൾ? നമ്മുടെ സെക്കൻഡ് സെറ്റ് ഓഫ് ആൾക്കാർ ആരൊക്കെയായിരുന്നു? നമ്മുടെ ഹിനിയൻ ലൂപ്പും അതുപോലെ തന്നെ നമ്മുടെ കളക്ടിങ് ഡക്റ്റ് ഒക്കെയാണ് ഇതിൽ വരുന്നത് അല്ലെ. ഇതില് നമ്മുടെ റീനൽ ട്യൂബ്യൂൾസുകളിൽ വരുന്നത് പ്രധാനമായിട്ടും ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്, സോഡിയം അയോൺസ് അതുപോലത്തെ മറ്റാൾക്കാരാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റീഅബ്സോർപ്ഷനിലൂടെ പ്രധാനമായിട്ടും നമ്മൾ കളയുന്നത്. ഓക്കെ, മോസ്റ്റ്ലി ആക്റ്റീവ് ട്രാൻസ്പോർട്സുകൾ നടത്താൻ സഹായിക്കുന്നതും ആരാണ്? ഈ പറയുന്ന അല്ലെങ്കിൽ ഈ ആൾക്കാരെയാണ് നമ്മൾ കൂടുതലും ബോഡിയിൽ നിന്ന് എലിമിനേറ്റ് ചെയ്ത് കളയുന്നത്. വാട്ടർ ഈസ് റീഅബ്സോർബ്ഡ് പാസീവ്ലി ഇൻ സം പാർട്സ്. ചില പാർട്സുകളിൽ വാട്ടർ പാസീവ്ലി അബ്സോർബ് അല്ലെങ്കിൽ റീഅബ്സോർബ്ഡ് ആകുന്നുള്ളൂ. എന്നാൽ മാക്സിമം നമ്മുടെ ബോഡി എന്ത് ചെയ്യുന്നുണ്ട്, വാട്ടറിനെ കളയാതെ കൺസേർവ് ചെയ്ത് വെക്കാൻ സഹായിക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ നമ്മൾ ഈ ക്ലാസ്സിൽ എന്തൊക്കെയാ ഡിസ്കസ് ചെയ്തത്? നമ്മളുടെ എന്താണ് കിഡ്നിന്റെ നെഫ്രോൺ, അതുപോലെ തന്നെ നമ്മുടെ നെഫ്രോണിന്റെ പാർട്സ് നോക്കി, പിന്നെ നമ്മുടെ യൂറിൻ ഫോർമേഷൻ നോക്കി അല്ലേ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഫങ്ഷൻസ് ഓഫ് ദ ട്യൂബ്യൂൾസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. അപ്പോൾ താങ്ക് യു.